ഇപ്പൊ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പം അമ്മ നമ്മുടെ കടയിൽ റേഡിയോ വാങ്ങിക്കാൻ വന്നതാണ്. അപ്പൊ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പം അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ ഒരു ആഗ്രഹം. ഞാൻ ചോദിച്ചു വരുന്നോന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ഓക്കെ പറഞ്ഞു. അമ്മയുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താണോ? വീട് വള്ളിച്ചിറ. വള്ളിച്ചിറ. ഇവിടെ വന്നോണ്ടിരുന്നാണോ നമ്മുടെ തോമസ് നേരത്തെ തന്നെ പരിചയമായി. വന്നു എല്ലാം ടേപ്പും ഒക്കെ വാങ്ങിച്ച് ടേപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന. ഇപ്പൊ ഐബലിന്റെ റേഡിയോ ആണ് എടുത്തിരിക്കുന്നത്, പെൻ ഡ്രൈവ് യൂസ് ചെയ്യാനുള്ള. എനിക്ക് റേഡിയോ പാട്ട് വളരെ ഇഷ്ടമാണ്. ഞാൻ ഒരു 10-50 വർഷത്തോളമായി റേഡിയോ പിന്നെ കേൾക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് രാവിലെ 5 മണി ആകുമ്പോഴേ എഴുന്നേക്കണം, ഭക്തഗാനം കേൾക്കണം. അത് പിന്നെ തുടരെ അങ്ങ് പോവുക മുന്നോട്ട്. ഈ കട നേരത്തോട്ട് അറിയാമോ? നല്ല നല്ല സാധനങ്ങളൊക്കെയാണ് ഈ കടയിലുള്ളത്. പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടം അനുസരിച്ചുള്ള പാട്ടും എല്ലാം വക ഇട്ട് തരും. അങ്ങനെയാ. അപ്പം എനിക്ക് എപ്പോഴും ഭക്തഗാനം കേൾക്കണം, ഈ വാർത്ത കേൾക്കണം. നേരത്തെ തന്നെ അങ്ങനെയാ, കൃഷിക്കാരിയായിരുന്നു ഞാൻ. അപ്പം എനിക്ക് കൃഷിയെ സംബന്ധിച്ച് എല്ലാം അറിയണം. പിന്നെ അടുക്കള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഈ റേഡിയോക്കകത്ത് എനിക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് ഇത് റേഡിയോ ഇല്ലാതെ പറ്റിയല്ല. റേഡിയോ എൻ്റെ ഒരു ദൈവത്തെ പോലെയാ. ഞാൻ സഹോദരങ്ങളെ കഴിഞ്ഞും ബന്ധുക്കളെ കഴിഞ്ഞും എല്ലാരെ കഴിഞ്ഞും ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്നത് കൂട്ടായിട്ടുള്ളത് ഉറങ്ങുന്നിടം വരെ, ഉറക്കത്തിന് വരെ എനിക്ക് റേഡിയോ വേണം. അപ്പൊ ഞാൻ നേരത്തെ റേഡിയോയുടെ വീഡിയോ ചെയ്തപ്പോ കുറെ പേര് എന്നോട് കമന്റ്സ് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും റേഡിയോ വാങ്ങുന്നവരൊക്കെ ഉണ്ടോന്ന്. ഇത് കണ്ടില്ലേ, ഞാൻ അന്നും വീഡിയോയിൽ പറഞ്ഞു, നമ്മുടെ അമ്മമാർക്ക്, നമ്മുടെ പേരൻസിനെ കഴിഞ്ഞും എനിക്ക് വളരെ ഇഷ്ടം റേഡിയോ. അവർക്ക് ടിവിയെക്കാളും ഇഷ്ടം എപ്പോഴും ഫേവറേറ്റ് റേഡിയോ. അതിനകത്ത് പലത് നല്ലതുമുണ്ട്, ചള്ളുമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ജോലിയൊന്നും ചെയ്യാൻ പറ്റും, അത് നോക്കിയിരിക്കണം. ഇതാകുമ്പോ എനിക്ക് ജോലിയും ചെയ്യാം, എല്ലാ കാര്യങ്ങളും കേൾക്കുകയും ചെയ്യാം. എവിടെ നിന്നാലും ഇതിനെ സംബന്ധിച്ച് അറിയാം. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാ. വർഷങ്ങളായിട്ട് ഇത് ഇനി പോരുന്നു. അതില്ലാതെ പറ്റിയല്ല. കുറെ ദിവസമായിട്ട് ഇല്ലാതെ ഇരുന്നിട്ട് ഉറക്കമില്ലായിരുന്നു. ഒരു മനസ്സിനൊരു ഭയം പോലെ. റേഡിയോ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിന് നല്ല ധൈര്യമാണ് എപ്പോഴും. ഓക്കെ.